കാലഘട്ടത്തിനൊത്ത് തിരുസഭയിൽ സുവിശേഷത്തിൻ്റെ ദീപങ്ങളാകുന്ന വൈദികർ നിരവധിയാണ്. അൾത്താരകൾക്ക് മുമ്പിൽ സമർപ്പണം ചെയ്ത ഇവർ ഇതാ ദൈവരാജ്യവേലയിൽ തളരാതെ മുന്നേറുന്നു. ഇവരാണ് ജോഷുവയുടെ പിന്മുറക്കാർ. ഇത് കോതമംഗലം രൂപതാംഗവും രൂപതയിലെ ചെറുപുഷ്പ മിഷൻ ലീഗിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടറുമായ ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ. കുട്ടികൾക്കിടയിൽ തിരുസഭാ ശുശ്രൂഷകൾ വളരെ കാര്യക്ഷമമായി നിർവഹിക്കുന്ന ഈ വൈദികൻ അതിനാൽ തന്നെ തിരുബാല സഖ്യത്തിൻ്റെ ചുമതല കൂടി വഹിക്കുന്നു. ജയിൽ മിനിസ്ട്രിയിലെ ശുശ്രൂഷകൾ വഴി അനേകം പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിലും ഈ വൈദികൻ ഇപ്പോൾ തിരുസഭയുടെ മുഖമായി ഇടപെടുന്നു. തൻ്റെ ദൈവവിളി അനുഭവങ്ങളും ഈശോയുടെ കൂടെയുള്ള യാത്രയും ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ നമ്മോട് പങ്കുവെക്കുന്നു. ജോസഫ് അച്ഛ, ശാലോം ടി വിയിലെ ജോഷു എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ അച്ഛൻ കോതമംഗലം രൂപതയിലെ ഒരു വൈദികനാണ്. അച്ഛൻ്റെ വീട് എവിടെയാണ്? ചെപ്പുകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കോതമംഗലം രൂപതയിലെ ചെപ്പുകുളം എന്ന് പറയുന്നത് തൊടുപുഴയ്ക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ്. തൊടുപുഴയ്ക്കടുത്ത്. വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛൻ? ഞങ്ങൾ അപ്പനമ്മ, ഞങ്ങൾ 5 മക്കളാണ്. അച്ഛൻ എത്രാമത്തെ? ഞാൻ 5ാമത്തെ ആളാണ്. 2 ചേട്ടന്മാർ, 2 ചേച്ചിമാർ. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. 2ഉം 3ഉം പിള്ളേർ വെച്ചൊക്കെ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഒക്കെ ആയി. ഇളയ മോനാണ്? ഇളയാളാണ്. അച്ഛൻ ഇപ്പോൾ വൈദികനായിട്ട് എത്ര വർഷമായി? 5 വർഷം കഴിഞ്ഞു. 6ാമത്തെ വർഷത്തിലാണ് വൈദികനായിട്ട്. അച്ഛൻ എങ്ങനെയായിരുന്നു ഒന്ന് വീട്ടിലെ സാഹചര്യം, പ്രത്യേകിച്ച് എങ്ങനെയാണ് ഈ ഒരു വൈദികനാകാനുള്ള ഒരു ആഗ്രഹം എങ്ങനെ ഉണ്ടായി? എങ്ങനെ സെമിനാരിയിൽ എത്തിപ്പെട്ടു ഒന്ന് പറയാൻ വെച്ചു? ചെപ്പുകുളം ഇടവക ഇടുക്കി ജില്ലയിൽപ്പെട്ട ഇടുക്കി ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ കർഷക കുടുംബമാണ് എൻ്റെ വീട്. പപ്പയും മമ്മിയും കൃഷിക്കാരും പശു കാര്യങ്ങൾ ആ രീതിയിലൊക്കെ സന്തോഷത്തോടെ പോകുന്ന ഒരു കുടുംബമാണ്. വേദപാഠ അല്ലെങ്കിൽ 5ാം ക്ലാസ്സിലെ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ചപ്പോൾ മുതൽ അല്ലെങ്കിൽ അതിന് ശേഷവും പള്ളിയിൽ പോകാനും എല്ലാ ദിവസവും വീട് പള്ളിയുടെ അടുത്ത് തന്നെയാണ്. ഒരു 1/2 കിലോമീറ്ററൊക്കെ വ്യത്യാസമേ വീട്ടിലേക്കുള്ളൂ. സ്കൂളും 7ാം ക്ലാസ് വരെയുള്ള സ്കൂളും ചെപ്പുകുളത്ത് തന്നെയുണ്ട്. പള്ളി വക സ്കൂൾ തന്നെയാണ്. അപ്പോൾ ആദ്യ കുർബാനയൊക്കെ സ്വീകരിച്ച ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനായിട്ട് അവസരമുണ്ടായിരുന്നു. അന്നത്തെ വികാരി അച്ഛനായിരുന്ന കോയിക്കക്കുടി അച്ഛന് അതിന് ഞങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ആ രീതിയിൽ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികളെല്ലാം നിർബന്ധമായിട്ടും പള്ളിയിൽ വരണം എന്നൊക്കെ പറയുകയും ഞങ്ങളെ കുർബാനയ്ക്ക് കൂടാൻ ഒരു SABS സിസ്റ്റേഴ്സാണ് ചെപ്പുകുളം ഇടവക ആയിരിക്കുക. അപ്പോൾ അവിടുത്തെ ഒരു ജമാമ എന്ന് പറഞ്ഞൊരു പ്രായമായൊരു സിസ്റ്ററാണ്. ആ സിസ്റ്ററാണ് എൻ്റെ ദൈവവിളിയിൽ എന്നെ കൂടുതൽ സ്വാധീനിച്ചതെന്ന് ഞാൻ കരുതുകയാണ്. സിസ്റ്റർ ആദ്യ കുർബാനയ്ക്ക് ഞങ്ങളെ ഒരുക്കിയത് സിസ്റ്ററാണ്. ഞങ്ങളൊരു 3 കൂട്ടുകാർ, വീടിന് അടുത്ത് തന്നെയുള്ള എനിക്ക് 2 ഒരു കൂട്ടുകാർ, ഒരു സുബിന് സിജോ എന്നൊക്കെ പറഞ്ഞ 2 കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും എല്ലാ ദിവസവും ഒരു വാശിയായിരുന്നു. ആദ്യം ആര് ദേവാലയത്തിൽ ചെല്ലും, കുർബാനയ്ക്ക് വിടുന്ന അല്ലെങ്കിൽ ലേഖനം വായിക്കുന്ന ആരായിരിക്കും. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു ചെറിയൊരു മത്സരം ചെറുപ്പം മുതലേ ഇങ്ങനെ പള്ളിയിൽ പോരാൻ. അതുപോലെ ഈ ജമാമ സിസ്റ്ററിനും ഞങ്ങളെ ഭയങ്കര നല്ല കാര്യമായിരുന്നു. അപ്പോൾ സിസ്റ്റർ കുർബാനയ്ക്ക് വിടാൻ ഞങ്ങളെ ഒരുക്കുന്നു. അതുപോലെ കുർബാനയ്ക്ക് ശേഷവും അൾത്താര ബാലന്മാർക്ക് വേണ്ടിയൊരു പ്രാർത്ഥന സിസ്റ്റർ തന്നെ കൈകൊണ്ട് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എഴുതി തരുന്നു. അപ്പോൾ എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് അൾത്താരയുടെ മുൻപിൽ ഞങ്ങൾ മുട്ടുകുത്തി ഈ അൾത്താര ബാലന്മാരുടെ ആ പ്രാർത്ഥന ചെല്ലുന്നതും അതങ്ങനെ ഒരു 7ാം ക്ലാസ് വരെ ചെപ്പുകുളത്തുനിന്ന് കരിമണ്ണൂർ സ്കൂളിലാണ് ഞാൻ ഹൈസ്കൂൾ പഠനത്തിനായിട്ട് പോകുന്നത്. അപ്പോൾ അതുവരെ ആ ഒരു 3 വർഷക്കാലം മുടങ്ങാതെ എല്ലാ ദിവസവും ഞങ്ങൾ ഈ 3 കൂട്ടുകാരും അന്ന് തൊട്ടേ ഞങ്ങൾ 3 പേരും അച്ഛന്മാരാകും, സെമിനാരിയിൽ പോകണം എന്നൊക്കെ ആ ഒരു തീരുമാനങ്ങൾ അന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയായിരുന്നു. കോയിക്കക്കുടി അച്ഛനാണെങ്കിലും ആദ്യം ഞങ്ങൾക്ക് തെക്കേക്കര അച്ഛനുണ്ടായിരുന്നു, കോയിക്കക്കുടി അച്ഛനായിരുന്നു. ഇവരൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ള വൈദികർ. കോയിക്കക്കുടി അച്ഛനാണെങ്കിലും ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ഇങ്ങനെ ബലി അർപ്പിക്കുന്നത്, അതുപോലെ അച്ഛൻ പാവങ്ങളോടൊക്കെ ഭയങ്കര ഒരു കരുണയുള്ള ഒരു അച്ഛനാണ്, സ്നേഹമുള്ള അച്ഛനാണ്. അത് കത്തോലിക്കരോട് മാത്രമല്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോട് മാത്രമല്ല, ഹിന്ദുക്കളോടും ബാക്കി ആളുകളോടും ഒക്കെ സഹോദര എന്നും വിളിച്ചാണ് അച്ഛൻ എല്ലാവരോടും സംസാരിക്കുക. അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് തന്നെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു നല്ല അച്ഛനാകണം, എല്ലാവരോടും ഒക്കെ ഇടപഴകുന്ന, എല്ലാവരെയൊക്കെ സ്നേഹിക്കുന്ന, എല്ലാവരോടും കരുതലോടുകൂടി സംസാരിക്കുന്ന, അങ്ങനെ ഒരു
ചിത്രം അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. പിന്നെ ഹൈസ്കൂളിനൊക്കെ ആയിട്ട് കരിമണ്ണൂർ സ്കൂളിലേക്ക് പോയി. അപ്പോൾ ബസ് സൗകര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തീരെ കുറവാണ്. അപ്പോൾ ഒരു 7 മണി 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം. തിരിച്ചു വരുന്നത് ഒരു 6-6:30 ആകുമ്പോഴത്തേനും തിരിച്ച് ബസ് കിട്ടിയെത്തുള്ളൂ. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾ പണ്ടുണ്ടായിരുന്നത് പോലെ തന്നെ ദേവാലയത്തിൽ വരികയും ഒപ്പം ബാക്കി കുറേ കൂട്ടുകാരും അന്ന് ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടുള്ളവർ, സീനിയേഴ്സ് ആയിട്ടുള്ളവർ ഒക്കെ ഉണ്ട്. അതുപോലെ 1-2 അച്ഛന്മാർ, കുഴിഞ്ഞാലിൽ അച്ഛൻ എൻ്റെ ഇടവകയിൽ നിന്നാണ്. അച്ഛനൊക്കെ ഞങ്ങൾക്ക് വലിയൊരു മാതൃകയാണ്. പ്രത്യേക ദിനങ്ങളിലൊക്കെ അച്ഛനും വരുന്നു, അല്ലെങ്കിൽ ഇട ദിവസം അച്ഛൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻസ് കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കാരണവന്മാരുടെ കുർബാനയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ കുഴിഞ്ഞാലച്ഛൻ്റെ വീടും എൻ്റെ വീടും തൊട്ട് ചേർന്ന് തന്നെ. അപ്പോൾ ഓരോ പ്രാവശ്യം അച്ഛൻ വീട്ടിൽ വരുമ്പോഴും എൻ്റെ വീട്ടിലും വന്ന് കയറി ഒരു വീട് പോലെ തന്നെയാണ്. പണ്ട് അവർ വീട്ടിൽ താമസിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന് ഭയങ്കര കാര്യമായിരുന്നു അന്നും. കുഴിഞ്ഞാലച്ഛനും അങ്ങനെ നല്ല ഒരു പ്രേരണ തന്നിട്ടുണ്ട്. അതുപോലെ പോത്തിങ്ങൽ അച്ഛനുണ്ട്. പിന്നെ ജൂനിയേഴ്സ് ആയിട്ടുള്ള VC-യിലേക്ക് പോയൊരു വല്ലത്ത് ജോമേഷ് വല്ലത്ത്, ആളെൻ്റെ കുറച്ച് സീനിയർ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കുഴിഞ്ഞാലിലെ വേറൊരു അച്ഛൻ്റെ അനിയൻ്റെ മകൻ ഒരാൾ സെമിനാരിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ജസ്റ്റ് സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ ഞാനും ഈ 3 കൂട്ടുകാരും തമ്മിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതും മത്സരിച്ച് പോകുന്നതും അച്ഛൻ ബലി അർപ്പിക്കുന്നത് കാണുന്നതും അതൊക്കെ വലിയൊരു ശക്തിയായിരുന്നു. അന്ന് തന്നെ ഇത് പോകണം, അച്ഛനാകണം. അതുപോലെ ഹൈസ്കൂൾ പഠന സമയത്തും ആരാകാൻ ആഗ്രഹം എന്നൊക്കെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ഞാൻ ധൈര്യത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു അച്ഛനാകാനാണ് ആഗ്രഹം. അപ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കി ചിരിക്കുമോ, നീ അച്ഛനാകാൻ പോവാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു ചെറിയൊരിത് തോന്നിയിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അതുപോലെ ഈ ശനി ഞായറും ഒക്കെ ദേവാലയത്തിൽ പോവുകയും അങ്ങനെയൊക്കെ ഇരുന്നത് കൊണ്ട് ഒരു പ്രത്യേക ഇഷ്ടം അതിനോടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 7ാം ക്ലാസ്സിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന SABS തന്നെ ഒരു മേരി എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അഡോറേഷൻ കോൺവെൻറ്റിലെ തന്നെ. അപ്പോൾ സിസ്റ്ററും ഇങ്ങനെ 10ാം ക്ലാസ്സൊക്കെ ആയിപ്പോലും എവിടെയാണ് പോകുന്നത്. കാരണം സിസ്റ്റർ പലപ്പോഴും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛനാവാൻ പോകും എന്നൊക്കെ ഉള്ളത്. ഒപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സിജോ എന്ന് പറഞ്ഞ ആളും കൂട്ടുകാരനും അവൻ സെമിനാരിൽ പോയി. പക്ഷേ രൂപതയുടെ സെമിനാരിയിലല്ല വന്ന്, ഒരു കോൺഗ്രിഗേഷനിലാണ് ആൾ പോയത്. മറ്റേ സുബിൻ എന്ന് പറഞ്ഞ കൂട്ടുകാരനും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അവൻ വീട്ടിൽ പറഞ്ഞപ്പോൾ ആകെ ഒരു ആണായിട്ടൊരു ആൺകൊച്ച് മാത്രമേ അവിടെ ഉള്ളൂ. 2 പെങ്ങന്മാരാണ് അവനുള്ളത്. അപ്പോൾ അവനെ അന്ന് വീട്ടിൽ നിന്ന് സമ്മതിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും, ഞാനും സിജോയും സെമിനാരികളിൽ ക്യാമ്പിന്, രൂപതയുടെ ക്യാമ്പിൽ വന്നു. സിജോയ്ക്ക് രൂപത ക്യാമ്പിന് സെലക്ഷൻ കിട്ടിയില്ല. അതുകൊണ്ടാണ് ആൾ കോൺഗ്രിഗേഷനിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ സെമിനാരി. അപ്പോൾ ആദ്യകാലത്ത് ഈ പള്ളിയിൽ പോയ അനുഭവങ്ങളും അച്ഛന്മാരുടെ, വികാരി അച്ഛന്മാരുടെ സ്വാധീനമൊക്കെയാണ് കൂടുതൽ ദൈവവിളിയിലേക്ക് എന്നെ ആകർഷിച്ചത്. സിജോ എന്ന് പറയുന്ന ആളും അച്ഛനായോ? ഇല്ല, ആളായില്ല. ആളൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോന്നു. തീർച്ചയായിട്ടും. ഞാൻ ഈ ചെപ്പുകുളം എന്ന് പറയുന്നത് നമ്മുടെ രൂപതയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു പറഞ്ഞതിൽ കൂടുതൽ അച്ഛന്മാരുടെ ഇടവകയിൽ നിന്ന് തന്നെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ പേരൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഒരു ഉയർന്ന പ്രദേശമാണ്, ഒരു കാർഷിക മേഖലയാണ്, അതിലുപരി ഒരു മലയുടെ ഒരു പ്രദേശവും കൂടിയാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത് സാനു മരിച്ചിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ആ മൃതശരീരം ഉള്ള പെട്ടി താഴേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഒത്തിരി വിഷമിച്ചാണ് അന്ന് കൊണ്ടുവന്നത്. ഞാനിത് പറയുന്നത് അങ്ങനെ ഒരു കാർഷിക കുടുംബം പശ്ചാത്തലം തീർച്ചയായിട്ടും വൈദികർ സ്വാധീനിച്ചു എന്ന് കേൾക്കുന്ന ഏറെ സന്തോഷം. കാരണം ഇവരുടെയൊക്കെ പേരുകൾ കേൾക്കുന്നത് വളരെ വളരെ സന്തോഷമായ ഒരു കാര്യം. പക്ഷെ മാതാപിതാക്കളുടെയും ഒരു കുടുംബത്തിൻ്റെയും ഒരു തീർച്ചയായിട്ടും ഒരു സ്വാധീനം ഇത് ഇങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ടും നമ്മുടെ ഒരു നല്ലൊരു കത്തോലിക്ക പശ്ചാത്തലമുള്ളൊരു സ്ഥലമായതുകൊണ്ടും ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ എന്താ അതിനെക്കുറിച്ച് പറയാം? തീർച്ചയായിട്ടും. പപ്പേമിറ്റ് 7 മക്കളാണ്, ഒരാണ്, ബാക്കി 6 പെണ്ണുങ്ങളാണ് പപ്പയുടെ വീട്ടിലുള്ളത്. അവരിൽ 2 പേര് സിസ്റ്റേഴ്സാണ്. SHലെ 2 പപ്പയുടെ പെങ്ങന്മാർ 2 പേര് സിസ്റ്റേഴ്സ് ആയിട്ടുള്ളവരുണ്ട്. അതുപോലെ പപ്പയുടെ ഫസ്റ്റ് കസിൻ ഒരു അങ്കിളിൻ്റെ വീട്ടിലും അഡോറേഷൻ കോൺവെൻറ്റിലെ തന്നെ ട്രീസ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ സിസ്റ്ററുണ്ട്. പപ്പയുടെ പെങ്ങന്മാർ ഡൊമിനിക് സിസ്റ്റർ, ബെറ്റി സിസ്റ്റർ, അങ്ങനെ ഒരു ദൈവവിളിയുടെ ഒരു കുടുംബം തന്നെയാണ്. പപ്പയുടെ മകളുടെ മോളും മരിയ കല്ലറക്കൽ എന്ന് പറഞ്ഞ പെങ്ങളുടെ മോളും സിസ്റ്റേഴ്സുണ്ട്. അങ്ങനെ ഒരു ഇവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന തീർച്ചയായിട്ടും എനിക്കുണ്ട്. ചെറുപ്പം മുതൽ ഇവർ പറയുമായിരുന്നു അച്ഛനാകണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ അച്ഛനാകും എന്നൊക്കെ പറയുമ്പോൾ അവർ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ. ആൻറ്റിമാരുടെ അതുപോലെ വീട്ടിലാണെങ്കിലും ചേട്ടനും പെങ്ങന്മാർക്കും ചേട്ടന്മാർക്കും ഒക്കെ വലിയ സന്തോഷമാണ് അച്ഛനാകാൻ പോകുന്നതും. പോയപ്പോൾ തൊട്ടേ അവർ വലിയൊരു പിന്തുണ എനിക്ക് തന്നിട്ടുണ്ട് പ്രാർത്ഥനയുടെ കാര്യത്തിൽ. അതുപോലെ അപ്പനും അമ്മയും ഞങ്ങൾക്ക് മൈനർ സെമിനാരിയിൽ ചെല്ലുമ്പോൾ സെമിനാരിയിൽ നിന്ന് വൈദികർക്ക് വേണ്ടിയുള്ളൊരു പ്രാർത്ഥന
കാർഡ് എല്ലാ വീട്ടിലേക്കും തരും. അന്ന് മുതൽ അപ്പനും അമ്മയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ അവധിക്ക് ചെല്ലുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കും ജപമാല ചെല്ലുമ്പോൾ. അതിന് ശേഷം അവർ ഈ വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കേൾക്കുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമാണ്. അപ്പനും അമ്മയും നമുക്ക് വേണ്ടി എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും അവരത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വൈദിക ജീവിതത്തിൽ എന്നും ശക്തിയായിട്ട് നിൽക്കുന്നത് ഈ അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ പ്രാർത്ഥന തന്നെ. അതുപോലെ സഹോദരങ്ങളുടെ ആൻറ്റിമാർ ഓരോരുത്തരും, ആൻറ്റിമാർക്കൊക്കെ ആണെങ്കിലും വലിയ പപ്പയുടെ പെങ്ങന്മാർക്കെല്ലാം, അതുപോലെ അമ്മയുടെ വീട്ടിലാണെങ്കിലും 4 പെൺമക്കൾ, അവർ ഒരാണുമാണ് അവിടെയേ ഉള്ളൂ. അവിടുത്തെ ആൻറ്റിമാരും ഒക്കെ എനിക്ക് വേണ്ടി തീർച്ചയായിട്ടും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുള്ളവർ തന്നെ. അച്ഛൻ്റെ ഒരു വൈദിക പരിശീലന കാലഘട്ടം എന്ന് പറയുന്നത്, സെമിനാരി ജീവിതം, അച്ഛൻ എവിടെയാണ് ഈ ഫിലോസഫി തിയോളജി പഠിച്ചത്, അല്ലെങ്കിൽ വൈദിക പരിശീലനം എവിടെയായിരുന്നു? അതിനെക്കുറിച്ച് വളരെ ചെറുതായിട്ടൊന്ന് അത്തരം അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പറയുക അച്ഛൻ. സെമിനാരി ആദ്യത്തെ 3 വർഷം കോതമംഗലം മൈനർ സെമിനാരിയിലായിരുന്നു. ആനിക്കുഴിക്കാട്ടിൽ പിതാവായിരുന്നു എന്നെ സെമിനാരിയിൽ എടുത്തതും വീട്ടിൽ വന്ന് സെലക്ട് ചെയ്തതൊക്കെ ആനിക്കുഴിക്കാട്ടിൽ പിതാവാണ്. അതിനുശേഷം മക്കോളി അച്ഛൻ ഞങ്ങളുടെ റക്ടറായിരുന്നു. അതുപോലെ പിന്നെ വടവാതൂർ സെമിനാരിയിലാണ് ഫിലോസഫിക്കായിട്ട് ഞാൻ പോയത്. അതിനുശേഷം ഫിലോസഫിക്ക് ശേഷം 1 വർഷം റീജൻസി ഉണ്ടായിരുന്നു. അത് പുന്നക്കോട്ടി പിതാവിൻ്റെ കൂടെയായിരുന്നു. പിതാവിൻ്റെ സഹായിയായിട്ടായിരുന്നു 1 വർഷക്കാലം പിതാവിൻ്റെ കൂടെ. അതിനുശേഷം തിയോളജി ആലുവ സെമിനാരിയിൽ 3.5 വർഷം തിയോളജി അനുഭവങ്ങൾ. ഒരുപക്ഷെ സെമിനാരി പരിശീലനത്തിൻ്റെയും കുടുംബത്തിലെ പശ്ചാത്തലത്തിൻ്റെയും അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് കിട്ടിയ നല്ല പരിശീലനത്തിൻ്റെ ഒക്കെ ആയിരിക്കും. അതുപോലെ പുന്നക്കോട്ടിൽ പിതാവിൻ്റെ കൂടെ ഒരു വർഷം ഉണ്ടായിരുന്നു പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അച്ഛൻ്റെ ജീവിതത്തിലെ ഒരു ഡിസിപ്ലിൻ, പല കാര്യങ്ങളിലും അച്ഛനുള്ള ഒരു കൃത്യത. ഞാൻ അത്ര ഏരിയാസ് ഞാൻ പറയാം എന്തുകൊണ്ട് അങ്ങനെ പറയണമെന്ന്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഇതുണ്ട് അച്ഛന്, ഉറപ്പാണ്. എങ്കിലും ഞാനൊരു അത്തരം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് അച്ഛൻ വൈദികനായ ആ ഒരു നാൾ, കാരണം ഇത് അച്ഛൻ്റെ നാളുകളിലെ ആഗ്രഹം, സ്വാധീനിച്ച വൈദികർ, കുടുംബത്തിലെ സ്വാധീനം, ബന്ധുമിത്രാദികളോ സിസ്റ്റേഴ്സും ഒക്കെ ഉള്ളൊരു സാഹചര്യം, അതിനുശേഷം ഈ കാത്തിരിപ്പിന് ശേഷം ഒടുവിൽ പരിശീലനം കഴിഞ്ഞ് വൈദികനായ ആ ഒരു നാളുകളെക്കുറിച്ചും അപ്പോൾ മനസ്സിലുണ്ടായ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നൊന്ന് പറയാൻ വെച്ചു. തീർച്ചയായിട്ടും വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസങ്ങൾ തന്നെയായിരുന്നു. പുത്തൻ കുർബാന അല്ലെങ്കിൽ വൈദിക വസ്ത്രം സ്വീകരിച്ചപ്പോൾ തന്നെ, വൈദിക വസ്ത്രം ആദ്യമായിട്ട് ഇടുന്നു. അപ്പോൾ ആൻറ്റിമാർക്കും അതുപോലെ ഇടവക ജനത്തിനുമൊക്കെ വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു. കൂട്ടുകാർക്കും കൂടെ പഠിച്ച ആളുകൾക്കുമൊക്കെ വൈദിക വസ്ത്രം ധരിക്കുമ്പോൾ തന്നെ പിന്നെ അച്ഛനായി എന്നുള്ളൊരു ഇതിലേക്കാണല്ലോ ആളുകൾ കാണുന്നത്. അപ്പോൾ ആ രീതിയിൽ അതുമുതൽ തന്നെ, അതുപോലെ ആലുവ സെമിനാരിയിലായിരുന്നപ്പോഴും ഓരോ ഇടവകൾ പാസ്റ്ററൽ എക്സ്പീരിയൻസിനായിട്ട് നമുക്ക് തരും. ഞായറാഴ്ചകളിൽ കാറ്റഗിസം പഠിപ്പിക്കാൻ, അതുപോലെ അവിടെ കുടുംബ പ്രാർത്ഥനകളിൽ സഹായിക്കാൻ, അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പാസ്റ്ററൽ വർക്കിനായിട്ട് പോകാനൊക്കെ വലിയ സന്തോഷമായിരുന്നു. പള്ളികളിൽ കൂടെ പോകുമ്പോൾ, അതുപോലെ വാർഡ് പ്രാർത്ഥനയ്ക്ക്, ഞാൻ ആയിരുന്ന ഇടവകളിലെല്ലാം തന്നെ വാർഡ് പ്രാർത്ഥനയ്ക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീടുകളിലെ സാഹചര്യങ്ങൾ സന്തോഷത്തോടുകൂടെ ഇടപഴകാനായിട്ട്, അതുപോലെ പ്രായമായവർ അപ്പച്ചന്മാരോ അമ്മച്ചിമാരോ ഒക്കെ ഉള്ളപ്പോൾ അവരുടെ അടുത്ത് പോയി ഒന്നിരിക്കാനും അവരുടെ കയ്യിലൊന്ന് പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ മുഖത്ത് കാണുന്ന വലിയ സന്തോഷം, അതൊക്കെ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നു, അച്ഛനായിട്ട് വരുമ്പോഴും ഇതുപോലെ തന്നെ ആളുകളോട് ഇടപഴകാനായിട്ട് സ്നേഹത്തോടുകൂടെ, വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനും പറ്റിയില്ലെങ്കിലും അവരുടെ കൂടെയുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അച്ഛനാണ്, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ അവർ കാണുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, അതൊക്കെ എനിക്ക് വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. അച്ഛനിപ്പോൾ കോതമംഗലം രൂപതയിലെ മിഷൻ ലീഗ് പ്രസ്ഥാനത്തിൻ്റെയും KCSL പ്രസ്ഥാനത്തിൻ്റെയും ഡയറക്ടറാണ്, രൂപത ഡയറക്ടറാണ്. വർഷങ്ങളായില്ലേ? ഇപ്പോൾ എത്ര വർഷമായി? മൂന്നാമത്തെ വർഷമാണ് അച്ഛൻ. ഞാൻ അത്തരം മിഷൻ ലീഗിൻ്റെയും അത്തരം വിശേഷങ്ങളിലേക്ക് പോകുന്നുണ്ട്. അച്ഛൻ്റെ മറ്റു ഉത്തരവാദിത്തങ്ങൾ വൈദികനായതിനു ശേഷം എനിക്ക് തോന്നുന്നു സെമിനാരിയിൽ 2 വർഷം വൈസ് റെക്ടറായിരുന്നു. ആദ്യത്തെ 1 വർഷം പുത്തൻ കുർബാനയ്ക്ക് ശേഷം ആദ്യം തന്നെ വാഴക്കുള ഇടവകയിലേക്കാണ് ഞാൻ അസിസ്റ്റന്റ് വികാരിയായിട്ട്. ജനുവരിയിൽ അവിടെ ചാർജ് എടുത്തു. ഡിസംബറിൽ പുത്തൻ കുർബാനയായിരുന്നു. ജനുവരിയിൽ വാഴക്കുള ഇടവകയിൽ ചാർജ് എടുത്തു. ആ മെയിൽ മാറിയില്ല. പിറ്റേ വർഷം മെയിലാണ് മാറുന്നത്. ഏകദേശം ഒരു 1.5 വർഷക്കാലം വാഴക്കുള ഇടവകയിലായിരുന്നു. വലിയ ഒരു സന്തോഷത്തിൻ്റെ വർഷമായിരുന്നു വാഴക്കുള ഇടവക. ഒന്ന്, നമ്മൾ അച്ഛനായി ആദ്യമായിട്ട് ചെല്ലുന്ന ഇടവക നമ്മുടെ നെടുമ്പുറവച്ചനാണ് അന്ന് അവിടെ വികാരിയായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫൊറോന വികാരിയായിരിക്കുന്ന അച്ഛൻ. അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ, അച്ഛൻ്റെ ശൈലി, എനിക്ക് അച്ഛനിൽ നിന്ന് ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം, അച്ഛൻ എല്ലാവരുടെയും പേര് പഠിക്കും. അതുപോലെ ഞങ്ങൾ ചെല്ലുന്ന അച്ഛൻ കുറേ വർഷങ്ങളായിരുന്നു അവിടെ വികാരിയായിട്ട് വന്നിട്ട്, നിൻ്റെ വർഷങ്ങളായി. അച്ഛന് ഓരോ വീടും അറിയാം. ഞങ്ങൾ ഇന്ന വീട്ടിലാണ് വാർഡ് പ്രാർത്ഥനയ്ക്ക് പോയെന്ന് പറയുമ്പോൾ അവിടെ ഇന്നയാൾ, ഇന്ന വീട്, അല്ലെങ്കിൽ ഇന്നതുപോലെയാണ്, അതിൻ്റെ താഴത്തെ വീട് ഇന്നത്, അങ്ങനെ കൃത്യമായിട്ടും അച്ഛന് പറയാനായിട്ട് അച്ഛനെ കൊണ്ട് സാധിക്കുന്നുണ്ട്.
അതെന്നെ കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ട്. കാരണം അത്രയും ആളുകളെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ പേരുകൾ പഠിക്കാനായിട്ട്. ഒപ്പം ഇടവകയിലായിരുന്നപ്പോൾ അച്ഛൻ ഒത്തിരി പ്രവർത്തന മേഖലകൾ ഞങ്ങൾക്കും തുറന്നു തരുമായിരുന്നു. ഞങ്ങൾ അവിടെ ആയിരുന്നപ്പോൾ ഒരു ഇടവക ഡയറക്ടറി ഈ വാഴക്കുള ഇടവക ഡയറക്ടർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കൊച്ചച്ചന്മാർ 2 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ എല്ലാ വീടും കയറിയതും, അപ്പോൾ ഒത്തിരി ആളുകളുമായിട്ട് അടുത്തറിയാനായിട്ട്, അവരുടെ വിഷമങ്ങൾ, അവരുടെ സങ്കടങ്ങൾ, അവരച്ഛന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ വാർഡ് പ്രാർത്ഥനയൊക്കെ ആണെങ്കിലും എല്ലാ ദിവസവും അവിടെ ശനി ഞായർ ഒഴിച്ച് ബാക്കി മാസത്തിലെ എല്ലാ ദിവസവും വാർഡ് പ്രാർത്ഥനയുള്ളൊരു ഇടവകയാണ്. ഒരു 50-55ഓളം യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഇത്രയും യൂണിറ്റുകൾ ഉണ്ടായതുകൊണ്ട് എല്ലാ ദിവസവും ഒരു 3 വാർഡുകളിലെങ്കിലും കുടുംബ പ്രാർത്ഥന വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിചാരിച്ചതിന് അസൗകര്യമായിരിക്കും, ചിലപ്പോൾ കൂടെയുള്ള, അപ്പോൾ ഒരു ദിവസം തന്നെ 2 വാർഡിലുമൊക്കെ നമ്മളും പോകേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ കൂടുതൽ സമയം കണ്ടെത്തിയിരുന്നു ഇച്ചിരി നേരത്തെ പോവുക, അടുത്തുള്ള 2-3 വീടുകളിലൊക്കെ രോഗികളായിട്ടുള്ളവരിലുമൊക്കെ ഒന്ന് കാണാനായിട്ട്, അവരോടൊന്ന് സംസാരിക്കാൻ. അതൊക്കെ എനിക്ക് വലിയൊരു അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം അതാണെന്നുള്ളൊരു ചിന്ത പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവരുടെയൊക്കെ കൂടെ ഒന്ന് ആയിരിക്കുക, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ പോകുമ്പോൾ പിറ്റേ ദിവസം ബലിയർപ്പിക്കുമ്പോഴും നമുക്ക് വലിയൊരു ശക്തിയാണ്. പ്രാർത്ഥിക്കാനായിട്ടൊരു സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. അന്ന് കണ്ടവർ, സംസാരിച്ചവർ, അവരുടെ വിഷമങ്ങൾ, ആ രീതിയിലൊക്കെ ബലിയർപ്പിക്കുമ്പോഴും വിശുദ്ധ ബലിയർപ്പിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാനും അവരെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ബലിയർപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് അച്ഛനെ വർഷങ്ങളുടെ പരിചയമുണ്ടെങ്കിലും ഞാൻ അച്ഛനോട് ഈ സംസാരിക്കുന്ന ഈ ഒരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു കാര്യം, അച്ഛൻ പറയുന്ന വാക്കുകളിലും എല്ലാം അച്ഛൻ്റെ ഉള്ളിൽ കാമ്പുള്ളൊരു അച്ഛനാണ് അച്ഛൻ. ഞാൻ തീർച്ചയായിട്ടും അത്തരത്തിലൊരു ഇൻട്രാക്ഷൻ എനിക്കിതിനു മുമ്പ് മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോഴും ഞാനത് തിരിച്ചറിയാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ, അച്ഛൻ പറയുന്ന കാര്യങ്ങളിലുള്ള ഓരോ കാര്യവും, അച്ഛൻ പറയുന്ന ഓരോന്നും ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ ഒരു കാര്യം അച്ഛനോട് എൻ്റെ ഒരു ആഗ്രഹം, ആ കാമ്പുള്ളതുകൊണ്ടാണ് അച്ഛൻ്റെ രീതികളിലും ശൈലിയിലും ഭാവത്തിലും ഒക്കെ ആ ഒരു വ്യക്തതയുണ്ട്, ആ ഒരു ഇരുത്തമുണ്ട്, ഭംഗിയുണ്ട്. ഞാനത് പറയുന്നത് ആത്മാർത്ഥമായിട്ടാണ്. ഞാനത് ചോദിക്കുന്നത്, അച്ഛൻ വൈസ് റെക്ടറായിരുന്ന കാലത്തും എല്ലാവർക്കും, സെമിനാരിയിലുള്ള ബ്രദേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അച്ഛനായിരുന്നു അച്ഛനെന്നാണ് എനിക്ക് രൂപതയിലെ മറ്റ് ചില വൈദികരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താ അച്ഛൻ ഞാൻ ഈ പറയുന്ന എല്ലാത്തിനോടും കൂട്ടിക്കെട്ടി അച്ഛൻ എന്താ ഇത് കേൾക്കുമ്പോൾ പറയാൻ തോന്നുന്നു? മൈനർ സെമിനാരിൽ 2 വർഷം ഈ വാഴക്കുളം പള്ളിയിലായിരുന്നു. 1800-2000 അടുത്ത വീട്ടുകാർ. ഞാൻ അച്ഛനായപ്പോഴും ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഇടവകയിലായിരിക്കാൻ, ഇടവക ജനത്തിൻ്റെ കൂടെ ആയിരിക്കാൻ. ഇന്നും എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഇപ്പോൾ ഇവിടെ നെസ്റ്റിലായിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് ഏതെങ്കിലും ഒരു ഇടവക കിട്ടിയായിരുന്നെങ്കിൽ, പാസ്റ്റൽ സെൻറ്ററിലായിരിക്കുമ്പോഴും ആഗ്രഹം ഇടവകയിലായിരിക്കുക, ഇടവക ജനത്തിൻ്റെ കൂടെ ആയിരിക്കുക. അപ്പോൾ മൈനർ സെമിനാരിയിലേക്ക് വൈസ് റെക്ടറായിട്ട് ചെല്ലുമ്പോഴും 12 വർഷം ഞാൻ സെമിനാരിയിൽ പഠിച്ചതാണ്. എനിക്കറിയാം സെമിനാരി എന്താണെന്നും ആ ഒരു സാഹചര്യങ്ങളും ഒക്കെ നമുക്കറിയാം. ഇടവകയില്ല, എന്നും പിള്ളേരുടെ കൂടെ വിശുദ്ധ ബലി അർപ്പിക്കുന്നു, റക്ടച്ചനെ സഹായിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നു, കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ മൈനർ സെമിനാരി, പിതാവ് അപ്പോയിൻമെൻറ്റ് തന്നു, ഒരു ചെറിയ വിഷമത്തോടു കൂടിയാണ് സെമിനാരിയിലേക്ക് ഞാൻ കടന്നു ചെന്നത്. പക്ഷേ സ്റ്റാൻലി അച്ഛനാണെങ്കിലും, സെമിനാരി റക്ടറായിരുന്ന അച്ഛനായിരുന്നെങ്കിലും, അതുപോലെ കുട്ടികളാണെങ്കിലും സ്നേഹത്തോടു കൂടി എന്നെ സ്വീകരിച്ചു. ഒപ്പം എനിക്ക് തോന്നി കുട്ടികളോട് കൂടെ ആയിരിക്കുന്നത് അവർക്കൊരു സഹായിയായിട്ട്, അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം, പ്രാർത്ഥന, അല്ലെങ്കിൽ അവരെ ആത്മീയമായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഒത്തിരി കുട്ടികളിങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്ന, ഒരു സെമിനാരിയിൽ നിൽക്കണോ പോകണോ അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോൾ നമ്മൾ ഒന്ന് സന്തോഷത്തോടു കൂടെ അവരുടെ തോളയിലൊന്ന് കൈയൊക്കെ ഇട്ട്, മോനെ എന്താ പ്രശ്നം എന്നൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അവരുടെ മനസ്സും ഹൃദയവും ഒക്കെ സന്തോഷിക്കുന്നത്, കുഴപ്പമില്ല നമുക്ക് ശരിയാക്കി എടുക്കാം, അല്ലെങ്കിൽ റക്ടറച്ചൻ എന്തെങ്കിലും ചെറിയ തിരുത്തൽ കൊടുത്തോ, കുഴപ്പമില്ല നമുക്ക് അടുത്ത പ്രാവശ്യം അത് ശരിയാക്കാം, ഞാൻ അച്ഛനോടൊന്ന് പറഞ്ഞോളാം എന്നൊക്കെ ഒന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് അങ്ങനെയൊക്കെ അവരെ സ്വന്തമാക്കാൻ പറ്റി. അതിൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പിന്നെ ആദ്യത്തെ ഒരു 1-2 മാസമൊക്കെ എനിക്കൊരു ചെറിയൊരു വിഷമം തോന്നിയുള്ളൂ അവിടെ ആയിരുന്നപ്പം. അത്ര ഒരു നമുക്കൊന്നും അല്ലാത്തൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആരും ഒന്നും നമ്മുടെ ഒരു അജപാലന നമുക്ക് അങ്ങനെ ഒരു ആളുകളില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ തോന്നി. പക്ഷെ പിന്നീട് അതുപോലെ തന്നെ റക്ടറച്ചനാണെങ്കിലും ദൈവവിളിയുടെ ചാർജും കൂടെ എനിക്ക് തന്നിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ചയും ഓരോ ഇടവകളിൽ കൂടെ പോകാനായിട്ട് അച്ഛൻ അവസരം തന്നിരുന്നു. അപ്പോൾ അവിടെ പോയി കുട്ടികളെ കണ്ട് ദൈവവിളിയെക്കുറിച്ച്, സെമിനാരിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച്,
ദൈവവിളിയെക്കുറിച്ചുമൊക്കെ അവരോട് ഞായറാഴ്ച പ്രസംഗം പറയാനും കൂടുതൽ കുട്ടികളെ ദൈവവിളിയിലേക്ക് സ്വീകരിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വരണം, ഇങ്ങനെ നല്ല അച്ഛന്മാരെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഇടവകയിൽ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ സെമിനാരിയിലെ എൻ്റെ കൂടെയുള്ള ഒരു 50-55 വിദ്യാർത്ഥികളാണ് സെമിനാരിയിലുള്ളത്. അവരുടെ വീടുകൾ ആ സ്ഥലത്ത്, ആ ഇടവകയിലോ അല്ലെങ്കിൽ അതിനടുത്ത ഇടവകയിലൊക്കെ പോവുകയും അവരുടെ വീടുകൾ സന്ദർശിക്കുക. അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടികൾക്ക് എന്നോട് ഭയങ്കര കാര്യം. ഞാൻ പറയും, മോനെ ഞാൻ ഇന്ന് നിൻ്റെ വീട്ടിൽ പോയി പപ്പയെ കണ്ടു, മമ്മിയെ കണ്ടു, അവരുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് വലിയൊരു സന്തോഷമാണ്. അച്ഛൻ ഞങ്ങളെ പരിഗണിക്കുന്നുണ്ട്, അച്ഛൻ ഞങ്ങളെ കൂടെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ ആയിരിക്കുന്നുണ്ട്. അതുപോലെ കുഞ്ഞു ജോലികൾക്കൊക്കെ കുട്ടികളുടെ കൂടെ തന്നെ ഞാനും കൂടാനായിട്ടും പരിശ്രമിച്ചിട്ടുണ്ട്. അവർ കപ്പ നടുവാണെങ്കിൽ കപ്പ നടാൻ കൂടുന്നു, അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ അപ്പോൾ അവരുടെ കൂടെ ആയിരിക്കുന്ന ഒരാൾ. റക്ടറച്ഛൻ അങ്ങനെ കൂടെ എപ്പോഴും ആയിരിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ കൂടുതലും അവരുടെ കൂടെ ആയിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണെങ്കിലും അവരിവിടെയൊക്കെ അവധിക്ക് വരുമ്പോഴും ഒക്കെ ഓടി വരാനും വിശേഷങ്ങളൊക്കെ പറയാനും അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു ആ 2 വർഷം വൈദിക വിദ്യാർത്ഥികളുടെ കൂടെ ആയിരുന്ന സമയം. അച്ഛൻ പറഞ്ഞ 2 വാക്കുകളെ ഞാൻ പിക്ക് ചെയ്യുക. കാരണം ഒന്ന്, അച്ഛൻ ഇപ്പോൾ ഈ ദൈവവിളി ക്യാമ്പിന് വേണ്ടി ദൈവവിളി പ്രോത്സാഹിപ്പിക്കാനുള്ള പോകുമ്പോൾ ഒക്കെ പറയും, നല്ല അച്ഛന്മാരെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞൊരു വാക്ക്. 2, കൂടെ ആയിരിക്കുക എന്ന് പറയുന്നൊരു കാര്യം. ഞാൻ ഈ നല്ല അച്ഛന്മാരെന്ന് പറഞ്ഞതുകൊണ്ട് ചോദിക്കുക, ജോസഫ് കല്ലറയ്ക്കൽ ഇങ്ങനത്തെ അച്ഛനാണ് എന്ന് ആളുകൾ പറയുമ്പോൾ എങ്ങനത്തെ അച്ഛനാണെന്ന് കേൾക്കാനാണ് അച്ഛനിഷ്ടം? ഈ പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെയാണ്. അവരുടെ കൂടെ ആയിരിക്കുന്ന, അവരുടെ വിഷമത്തിലാണെങ്കിലും അവരുടെ സന്തോഷത്തിലാണെങ്കിലും അവരുടെ സാഹചര്യങ്ങളോട് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു സാന്നിധ്യം കൊണ്ടായിരിക്കാം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആകാൻ പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ അവരോട് കൂടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയാവുക. അതാണ് ഞാൻ കൂടുതലും ശ്രമിച്ചിട്ടുള്ളത്. ഒപ്പം എല്ലാവരോടും, ചിലപ്പോൾ നമ്മളോട് ദേഷ്യപ്പെട്ടവരായിരിക്കാം, നമ്മളെ ഇച്ചിരി സങ്കടപ്പെടുത്തുന്നവരൊക്കെ ആയിരിക്കാം, എങ്കിലും അവരോട് ഒന്ന് കൂടെ ചേരാൻ, അവരുടെ കൂടെ ചേരാനുള്ള ഒരു പരിശ്രമവും ഞാൻ നടത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ വാക്കുകളിൽ തന്നെ വളരെ കൃത്യമാണ്. ജനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ദൈവം കൃപ തന്നൊരു വൈദികനാണ് അച്ഛനെന്ന്. കാരണം കൂടെ ആയിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഞങ്ങളുടെ കൂടെ ആയിരിക്കണം അച്ഛനാണെന്ന് മറ്റുള്ളവർ പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് അച്ഛൻ ചിന്തിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു അച്ഛനിപ്പോൾ രൂപതയിൽ മിഷൻ ലീഗിൻ്റെയും KCSLൻ്റെയും ഇവൻ സെമിനാരിയിലായിരുന്നപ്പോഴൊക്കെ അച്ഛന് അതിനോട് ചേർന്ന് പോകാൻ പറ്റുന്നതും അത് കാര്യക്ഷമമാക്കാൻ പറ്റുന്നതും. എൻ്റെ ഇപ്പോഴത്തെ ഒരു ചോദ്യം ഇതാണ്, അച്ഛൻ ഏറ്റെടുത്ത കാര്യങ്ങളിലെല്ലാം ഭംഗിയായി അച്ഛന് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം അതങ്ങനെ അച്ഛനെ വഴി നടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. എങ്കിലും ഞാനൊരു സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം, കർത്താവ് കൂടെ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ കർത്താവ് എന്നെ വഴി നടത്തുന്നു, കർത്താവാണ് എന്നെ കൊണ്ടു നടക്കുന്നതെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സാഹചര്യം, ഒരു കൃത്യമായൊരു സാഹചര്യം അച്ഛന് പറയാനുണ്ട്? ഒത്തിരി അനുഭവങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഏറ്റവും അധികമായിട്ട് തോന്നിയത് സെമിനാരിയിൽ, പഠനകാലത്ത് വടവാതൂർ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ വർഷം തന്നെ ഓണത്തിനോടനുബന്ധിച്ച് ഞങ്ങളൊരു 6-7 കൂട്ടുകാർ കൂടി പരിചമുട്ട് കളിക്കാനായിട്ട് തീരുമാനിച്ചു. പ്രാക്ടീസൊക്കെ നടത്തി. പലരും കളിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. ഞാൻ അങ്ങനെ പഠിച്ചിട്ടുള്ളതൊന്നുമല്ല, എങ്കിലും ഞങ്ങൾ കൂട്ടുകാരുടെ കൂടെ കൂടി പരിചമുട്ട് കളിക്കാൻ പഠിച്ചു. ഓണത്തിൻ്റെ തലേദിവസം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടുകാരൻ അച്ഛൻ തന്നെ വെട്ടിയത് മൂക്കിനാണ് കൊണ്ടത്. അപ്പോൾ ഈ കട്ടിയുള്ള വാളാണ്, ഇരുമ്പിൻ്റെ വാളാണ്. അപ്പോൾ അത് വെച്ച് വെട്ടിയപ്പോൾ അതിൻ്റെ ഒരു പാടിപ്പോഴും ഉണ്ട്. മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ചോരയെല്ലാം ഒഴുകി ആകെ ഞങ്ങളെല്ലാവരും, കൂട്ടുകാരും അച്ഛന്മാരും എല്ലാം പേടിച്ചു പോകുന്ന അനുഭവമായിരുന്നു. അപ്പോൾ ഇരുന്ന കസേരയെ തന്നെ എന്നെ ഇരുത്തി എല്ലാവരും കൂടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കൊക്കെ കൊണ്ടുപോയതും. അപ്പോൾ പോയ വഴിക്ക് ഞാൻ തീരുമാനിച്ചു, കാരണം വായിക്കോടെയും മൂക്കിക്കോടെയും എല്ലാം ചോര ഒഴുകുന്നു, ആകെ ഒരു അസ്വസ്ഥത, എല്ലാവരും പേടിച്ചു. അപ്പം ഞാനും വിചാരിച്ചു ഏതാണ്ട് എൻ്റെ കാര്യം ഇതോടുകൂടി തീരുമാനമായി. എങ്കിലും ഞാൻ ഒരു എത്രയന്തയുള്ള മാതാവിയൊക്കെ ചൊല്ലി ഇങ്ങനെ ആ കസേരയിൽ ഇരുന്നതും ഈ ചോരയൊക്കെ ആയിട്ട് ഓടിയത്. ഒരു മാസത്തോളം ആശുപത്രിയിൽ കിടക്കേണ്ടതായിട്ട് വന്നു. ഓപ്പറേഷനൊക്കെ ചെയ്ത് മൂക്കൊക്കെ നേരെയാക്കി. അതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. എന്നെ അങ്ങനെ കൈവിട്ടിട്ടില്ല, എന്നെ ദൈവത്തിന് ആവശ്യമുണ്ട്, ദൈവം എന്നെ വഴി നടത്തുന്നുണ്ട് എന്ന് കൂടുതൽ അനുഭവിച്ച, അല്ലെങ്കിൽ ആദ്യം അനുഭവിച്ച ഒരു സംഭവമായിരുന്നു. അതുപോലെ മിഷൻ ലീഗിലേക്ക് വന്നപ്പോഴോ അല്ലെങ്കിൽ വാഴക്കുളം ഇടവകയിലായിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ച പല കാര്യങ്ങളിലും
ദൈവം എന്നെ വഴി നടത്തുന്നതായിട്ട്. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വലിയ കഴിവുള്ള അച്ഛനൊന്നും ആയിരുന്നില്ല. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരെ കൂടെ പഠിച്ചവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്നേക്കാൾ നല്ല മാർക്കുള്ളവരും ഒക്കെയുണ്ട്. എങ്കിൽ പോലും വാഴക്കുള ഇടവകയിലേക്ക് എനിക്ക് അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ലഭിച്ചത്, ആദ്യം നമ്മൾ പറഞ്ഞ പോലെ റീജൻസിക്ക് പിതാവിൻ്റെ കൂടെ കിട്ടിയത്, അതൊക്കെ എനിക്ക് വലിയ ദൈവം എന്നെ കാത്തുപാലിക്കുന്ന, വിളിച്ചവൻ ഉപേക്ഷിക്കില്ല അല്ലെങ്കിൽ കൂടെ നടത്തും എന്ന് അനുഭവിച്ച നിമിഷങ്ങളായിരുന്നു. കാരണം പിതാവിൻ്റെ കൂടെ റീജൻസി ചെയ്യാനൊക്കെ പറ്റുന്ന വലിയൊരു അനുഗ്രഹമാണ്. നമ്മൾ എല്ലാവരും ഒക്കെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എല്ലാവരും പേടിയോടുകൂടി കാണുന്നു. പക്ഷേ പിതാവിൻ്റെ കൂടെ ഒരു വർഷം ആയിരിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ വാഴക്കുള ഇടവകയിൽ 1.5 വർഷക്കാലം ഇരിക്കാനായിട്ട് സാധിച്ചു. ആ ഒരു ഇതിലൊക്കെ കൊച്ചന്മാരൊക്കെ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ആയിരുന്നത്, എനിക്ക് 1.5 വർഷക്കാലം അവിടെ ഇരിക്കാൻ പറ്റി. അതിനുശേഷം സെമിനാരിയിലേക്ക് വൈസ് റെക്ടറായിട്ട് വന്നു. മിഷൻ ലീഗിൻ്റെ ഡയറക്ടർ അല്ലെങ്കിൽ KCSLൻ്റെയും തിരുബാല സഖ്യത്തിൻ്റെയൊക്കെ ചാർജ് എടുക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ ദൈവം പരിപാലിക്കുന്നതായിട്ട്, വലിയ കഴിവുകളെ, അല്ലെങ്കിൽ ഇപ്പോൾ മോശയെ വിളിച്ചപ്പോൾ നീ വിക്കനായിരുന്നു, നിന്നെ കൊണ്ട് സാധിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും ദൈവം എന്നോട് പറയുന്നത് പോലെ, ഞാനിങ്ങനെ ഓരോ പോസ്റ്റിലേക്ക് വരുമ്പോഴും അല്ലെങ്കിൽ മിഷൻ ലീഗിലായപ്പോൾ വൈസ് റെക്ടറായപ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് അതിനുള്ള യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അതിന് മാത്രം കഴിവുള്ള ഒരാളാണോ? പക്ഷേ അതല്ല, ദൈവം അങ്ങനെയുള്ളവരെയാണ് വഴി നടത്തുന്നത്. അല്ലെങ്കിൽ ദൈവം കൂടെയുണ്ട്, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് അനുഭവിക്കുന്ന വർഷങ്ങളായിരുന്നു ഈ വർഷങ്ങളെല്ലാം. മിഷൻ ലീഗിലായിരുന്നപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ ആയിരിക്കുമ്പോഴും ഓരോ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ മിഷൻ ലീഗിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ കുട്ടികളോട് നമുക്ക് മീറ്റിങ്ങുകളൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഇച്ചിരോടെ മിഷൻ ലീഗിനെ കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഓരോ വർഷവും പുതുമയുള്ള എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ തോന്നിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ കുട്ടികൾ പറയുന്ന ആശയങ്ങളായിരിക്കാം, എല്ലാം ഞാൻ തന്നെ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കണം. അങ്ങനെ ഞാൻ ഒരിക്കലും മനസ്സ് കാണിച്ചിട്ടില്ല. അപ്പോൾ കുട്ടികൾ പറയുമ്പോൾ അല്ലെങ്കിൽ രൂപത ടീം തീരുമാനിക്കുമ്പോൾ ഇന്ന ആശയം നല്ലതാണ്, അത് സന്തോഷത്തോടെ സ്വീകരിക്കാനായിട്ട് ഞാൻ മനസ്സ് കാണിച്ചിട്ടുണ്ട്. അതുപോലെ അച്ഛന്മാരൊക്കെ ആണെങ്കിലും കൊച്ചന്മാരൊക്കെ ആണെങ്കിലും അച്ഛൻ ഇന്നൊരു കാര്യം ചെയ്താൽ നല്ലതാണ്, അങ്ങനെ പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ മനസ്സിലിട്ട് ധ്യാനിച്ച് അല്ലെങ്കിൽ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴൊക്കെ ഈശോ ഇന്നൊരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, എങ്ങനെയാവും. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതെല്ലാം ദൈവം നടത്തുന്നതായിട്ട്, കൂടുതൽ ദൈവ അനുഭവത്തിലേക്ക് കൊണ്ടുപോയതായിട്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമുകളൊക്കെ വിജയിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അച്ഛൻ്റെ ഒരു വലിയ ദൈവാശ്രയത്വമാണ് അച്ഛൻ്റെ വലിയൊരു മുതൽക്കൂട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അച്ഛൻ മുമ്പ് പറഞ്ഞ പോലെ ഓരോ കാര്യം ദൈവം ഏൽപ്പിക്കുമ്പോൾ എന്നെ കൊണ്ടത് സാധിക്കുമോ എന്നുള്ളൊരു വിറയലോടെ ദൈവത്തിൻ്റെ മുമ്പിൽ ആശ്രയിക്കുന്നൊരു ശൈലിയുണ്ട് അച്ഛന്. അത് ഞാൻ അങ്ങനെ ഉണ്ടെന്ന് പറയാനുള്ള കാരണം അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല. ഇപ്പോൾ ഈ ജോഷുവ പ്രോഗ്രാമിന് തന്നെ അച്ഛനോട് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂസ് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഒത്തിരി പറഞ്ഞു, വേണ്ട എനിക്കതിന് പറ്റുമോ എന്ന് അറിയത്തില്ല, വേണ്ട എന്ന് പറയുന്ന, അത് അച്ഛന് പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് അച്ഛൻ്റെ ഒരു ദൈവാശ്രയത്വമാണ്. അച്ഛൻ ഇതിനു വേണ്ടി എന്തുമാത്രം പ്രാർത്ഥിച്ച് ഒരുങ്ങിയിട്ടുണ്ടെന്നും എനിക്ക് അച്ഛനോട് ഇടപഴകുമ്പോൾ മനസ്സിലാവും. അച്ഛൻ ആ ഒരു ദൈവാശ്രയത്വം, ആ വിറയൽ അച്ഛന് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അച്ഛൻ പറഞ്ഞതുപോലെ തുറവിയുണ്ട് അച്ഛന്. കാരണം അതുകൊണ്ട് ഒരാളെ അഭിപ്രായം പറയുമ്പോൾ, കുട്ടികളുടെ അഭിപ്രായം പറയുമ്പോൾ, മറ്റച്ഛന്മാരുടെ അഭിപ്രായം പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള തുറവി എന്ന് ഒരു വൈദികന് നഷ്ടപ്പെടുന്നോ, വൈദികനെന്നല്ല എന്നൊരു വ്യക്തിക്ക് നഷ്ടപ്പെടുന്നോ, അന്ന് ആ വ്യക്തി പിന്നെ മറ്റുള്ളവർക്ക് ഒരു തലവേദനയായി മാറും. അച്ഛന് ആ തുറവി ഉണ്ട് എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു വിജയമെന്ന് ഞാൻ അച്ഛൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നഷ്ടപ്പെടാതിരിക്കട്ടെ. ഒറ്റ കാര്യം കൂടി, അച്ഛൻ പറഞ്ഞതുപോലെ വിളിച്ചവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്നുള്ള അച്ഛൻ്റെ തിരിച്ചറിവ്, അതാണ് അച്ഛൻ്റെയും ഓരോ ദൈവവിശ്വാസിയുടെയും ഏറ്റവും വലിയൊരു നിധി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അച്ഛൻ ഒത്തിരി നന്ദി. കാരണം മിഷൻ ലീഗുമായി ബന്ധപ്പെട്ടും KCSലുമായി ബന്ധപ്പെട്ടും ഒക്കെ ഉള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങളുടെ വിശേഷങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പങ്കുവയ്ക്കണം. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പങ്കുവയ്ക്കാം. ശാലോം TV-യുടെ ഈ ജോഷുവ എന്ന പ്രോഗ്രാമിൻ്റെ ഈ ആദ്യ എപ്പിസോഡിലെ അച്ഛൻ്റെ വളരെ മനോഹരമായ, ഹൃദ്യമായ, തനതായ ശൈലിയിലുള്ള ഈ പങ്കുവയ്ക്കലുകൾക്ക്, സാന്നിധ്യത്തിന് നന്ദി. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ശിമയോനും യാക്കോബും യോഹന്നാനും വലകഴുകും വലക്കാരും വഞ്ചിക്കാരും. ഒരു നിമിഷം കേൾക്കാമോ നിങ്ങൾക്കായി നൽകാം ഞാൻ ഇന്നൊരു സന്ദേശം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. നിങ്ങളെ സാക്ഷാൽ മുക്കുവരാക്കാൻ ഉതകും സുവിശേഷം. ആഴക്കടലിൽ പോകുവിൻ,
ആഴത്തിൽ വലയെറിയുവിൻ, ആഴക്കടലിൽ പോകുവിൻ.